യെസ്, ഇപ്രാവശ്യത്തെ റോ എപ്പിസോഡിൻ്റെ റേറ്റിംഗ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ റോ എപ്പിസോഡ് ഞാൻ കണ്ടതുപോലും ഇല്ല, എന്താണ് നടന്നതെന്ന് പോലും എനിക്കറിയില്ല. എനിക്കൊന്ന് വല്ല സ്മാക്ക് ഡൗണിൻ്റെ റോയുടെ എന്തെങ്കിലും സംഭവങ്ങളാണെന്ന് തോന്നുന്നു. എന്തെങ്കിലും അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. എനിക്ക് കാണാൻ പറ്റിയില്ല, എനിക്ക് കാണാൻ തോന്നിയില്ല. കാരണം ഒരു പ്രോപ്പർ എപ്പിസോഡ് അല്ല എന്നറിഞ്ഞപ്പോഴും എനിക്ക് കാണാൻ തോന്നിയില്ല. സോ അതുകൊണ്ട് ഞാൻ കണ്ടില്ല. എന്തായാലും എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തായാലും റേറ്റിംഗ് നോക്കുമ്പോൾ ഏതാണ്ട് 653K അത്രയൊക്കെ റേറ്റിംഗേ വന്നിട്ടുള്ളൂ. അതിന് മുമ്പത്തെ റേറ്റിംഗ് എന്ന് പറയുന്നത് 1.6 ഒക്കെ ആയിരുന്നു. എന്തായാലും നല്ല കുറവുണ്ട്. നമുക്കറിയാം ഇങ്ങനത്തെ എപ്പിസോഡാണ്, അതുകൊണ്ട് തന്നെ ഇത്രയും പേര് ലൈവ് ഇരുന്ന് കണ്ടത് തന്നെ വലിയ കാര്യം. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഗോൾഡ്ബർഗ് വിൻസ് McMahon പീസ് ഓഫ് ഷിറ്റ് എന്ന് വിളിച്ചിരിക്കുകയാണ്. അങ്ങനെ വിളിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അതായത് സൗദി അറേബ്യയിൽ നടന്ന ഒരു പേപ്പർ വീലാണെന്നു. ആ ഒരു പേപ്പർ വീൽ അത് ഗോൾഡ്ബർഗും റോമൻ റീൻസും തമ്മിലൊരു മാച്ച് ഉണ്ടായിരുന്നല്ലോ. ആ ഒരു മാച്ച് ഗോൾഡ്ബർഗിന് ഒരു റിട്ടയർമെൻറ്റ് മാച്ച് എന്ന രീതിയിലൊക്കെ കൊടുക്കാമെന്നായിരുന്നു വിൻസ് McMahon പറഞ്ഞത്. പക്ഷേ ആ ഒരു രീതിയിലേ അല്ല വിൻസ് McMahon ആ ഒരു മാച്ച് ചെയ്തത്. നമുക്കറിയാം ഒരു റിട്ടയർമെൻറ്റ് മാച്ച് എന്ന് പറയുമ്പോൾ ഒരു റെസ്പെക്റ്റ്, അതായത് റിട്ടയർ ചെയ്യുന്ന ആൾക്കൊരു റെസ്പെക്റ്റ്, അതുപോലെ തന്നെ നേരത്തെ തന്നെ പറയുന്നത് ഒരു റിട്ടയർമെൻറ്റ് മാച്ചാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. പക്ഷേ അങ്ങനെയൊന്നും ആ ഒരു മാച്ച് സംഭവിച്ചില്ല. സോ അതുകൊണ്ടാണ് ഇപ്പോൾ ഗോൾഡ്ബർഗ് വിൻസ് McMahon പീസ് ഓഫ് ഷിറ്റ് എന്നൊക്കെ വിളിച്ചത്. എന്തായാലും ഗോൾഡ്ബർഗിന് ആ ഒരു സംഭവം ഒന്നും തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗോൾഡ്ബർഗിനെ പോലൊരു വ്യക്തി ആ ഒരു മാച്ചിനൊക്കെ ഡിസർവിംഗ് ആണ്, അതായത് റിട്ടയർമെൻറ്റ് മാച്ചിനൊക്കെ ഡിസർവിംഗ് ആണ്. എന്തായാലും അദ്ദേഹം AEWയിലേക്ക് പോകുമെന്ന് കേൾക്കുന്നു. അതായത് ടോണിക്കാനും ഗോൾഡ്ബർഗും തമ്മിലുള്ള ചർച്ചകൾ നടന്നു, നല്ല രീതിയിൽ എൻഡ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ ചിലപ്പോൾ നമുക്ക് ഗോൾഡ്ബർഗിനെ AEW കാണാൻ സാധിക്കും, ചിലപ്പോൾ അതിന് റിട്ടയർമെൻറ്റ് മാച്ച് നമുക്ക് AEW കാണാൻ സാധിക്കും. സോ നമുക്ക് കണ്ട് തന്നെ അറിയാം ഗോൾഡ്ബർഗ് WWE വന്നാൽ വലിയ അത്ഭുതങ്ങളൊന്നുമില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഗോൾഡ്ബർഗ് ഒരു റിട്ടയർമെൻറ്റ് മാച്ച് അർഹിക്കുന്നോ ഇല്ലയോ? എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു പ്രമുഖ വാദി പറഞ്ഞൊരു കാര്യമാണ്. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ മിക്കവാറും ശരിയാകാറുണ്ട്. CM-ൻ്റെ കാര്യമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും അവർ പറയുന്നത് എല്ലാം ശരിയായിട്ടുണ്ട്. എന്തായാലും അവരിപ്പോൾ പറഞ്ഞൊരു കാര്യം, അതായത് 4 സർപ്രൈസ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ടായിരുന്നു. അതിൽ 2 നടന്നു കഴിഞ്ഞു, ഇനി 2 കൂടെ നടക്കാൻ. നടന്ന 2 ഏതാണെന്ന് നമുക്കറിയാം. റാൻഡി ഓർട്ടൻ്റെ റിട്ടേൺ, അതുപോലെ തന്നെ CM-ൻ്റെ റിട്ടേൺ. ഇനി നടക്കാൻ 2 ഉണ്ടെന്ന് പറയുന്നു. അതിപ്പോൾ സ്പെക്കുലേഷനായിട്ട് വരുന്ന കാര്യം എന്ന് പറയുന്നത് റോക്കിൻ്റെ റിട്ടേൺ ആയിരിക്കും ഒന്നെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തേന്ന് പറയുന്നത് ഒന്നെങ്കിൽ AJ ലീ അല്ലെങ്കിൽ കാലുഷിക്ക് ഒക്കാട, ഇവരുടെ 3 പേരുടെ ആരെങ്കിലും 2 പേരുടെ റിട്ടേൺ നമുക്ക് അടുത്ത വർഷം തന്നെ കാണാൻ സാധിക്കുമെന്നാണ്, അത് റെസൽമേനിയയ്ക്ക് മുന്നേ തന്നെ കാണാൻ സാധിക്കുമെന്നാണ് ഈ ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. റോക്കിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കൂലാണ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മറ്റൊരു പേര് പറഞ്ഞിരിക്കുന്നത് പറയുന്നത് കാലുഷിക്ക് ഒക്കാടയാണ്. നമുക്കറിയാം കാലുഷിക്ക് ഒക്കാട എപ്പോഴും ഫ്രീ ഏജൻ്റാണ്, അദ്ദേഹം എങ്ങും സൈൻ ചെയ്തിട്ടില്ല. സോ സാധ്യതകളൊക്കെ വളരെയധികം കൂടുതലാണ്. ഒരു സർപ്രൈസായിട്ട് എപ്പോൾ വേണേൽ, അതായത് CM ഇങ്ങനെ സൈൻ ചെയ്ത പോലെ അന്നത്തെ ദിവസം ചിലപ്പോൾ കാലുഷിക്ക് ഒക്കാടയെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചിട്ട് WWE റോയൽ റംബിളിൽ കൊണ്ടുവരാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കൂടുതലാണ്. റോയൽ റംബിൾ എന്ന് പറയുന്നത് എപ്പോഴും സർപ്രൈസ് ആണ് വേണ്ടത്, അല്ലാതെ 30 പേര് അനൗൺസ് ചെയ്ത് ആ 30 പേര് വരുന്നു അതിനോട് വലിയ താല്പര്യം എനിക്കില്ല. നമുക്കറിയാം വിൻസ് McMahon ഒരു സമയത്ത് അദ്ദേഹം 30 പേര് അനൗൺസ് ചെയ്തു, ആ ഒരു 30 പേര് തന്നെയാണ് അവിടേക്ക് വന്നത്. അവിടെ പ്രത്യേകിച്ച് ഒരു സർപ്രൈസും ഇല്ല, ഒന്നും തന്നെ ഇല്ല. കഴിഞ്ഞ 1-2 റോയൽ റംബിൾ നമ്മൾ കണ്ടതാണ്, എല്ലാം വളരെ മോശമാണ്, ഒന്നും തന്നെ എനിക്ക് ഇഷ്ടപ്പെടില്ല. അതിന് മുമ്പൊക്കെയുള്ള റോയൽ റംബിൾ എന്ന് പറയുന്നത് വേറെ ലെവലൊരു സർപ്രൈസിൻ്റെ അങ്ങേയറ്റമായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2-3 വർഷമായിട്ട് നടക്കുന്ന റോയൽ റംബിളൊക്കെ അത്ര വലിയ സർപ്രൈസ് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഏറ്റവും വലിയ സർപ്രൈസ് എന്ന് പറയുന്നത് ഒരു എഡ്ജിൻ്റെ റിട്ടേൺ ആയിരുന്നു, അതൊരു ഭയങ്കര വലിയ സർപ്രൈസ് ആയിപ്പോയി. അത് മാത്രമേ ഉള്ളായിരുന്നു, അല്ലാതെ പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നും റോയൽ റംബിളിൽ നടന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ ഇടയ്ക്ക് നടന്ന റോയൽ റംബിളിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്തായാലും 30 പേരെ ഒരിക്കലും അനൗൺസ് ചെയ്ത് ആരൊക്കെയാണെന്ന് എല്ലാം ഒരു സർപ്രൈസ് ആയിട്ടിരിക്കുന്നതായിരിക്കും നല്ലത്. 1-2 ആരാണ് അത് അനൗൺസ് ചെയ്യുക, അല്ലാതെ ബാക്കിയുള്ളതൊക്കെ അനൗൺസ് ചെയ്യുന്നതിനോട് എനിക്കൊട്ടും താല്പര്യമില്ല. എന്തായാലും അങ്ങനെ ചെയ്യില്ലെന്ന് നമ്മൾ വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കിടക്കാം. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഗ്രേസൺ വാളറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഗ്രേസൺ വാളർ ഇപ്പോൾ WWE ഉയർന്നു വരുന്ന സൂപ്പർ സ്റ്റാറിൽ ഒരാളാണ്. എന്തായാലും അദ്ദേഹത്തിനൊരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചിരുന്നു, അതായത് റെസൽമേനിയയിൽ ആരെയും നേരിടാനാണ് താല്പര്യം, അല്ലെങ്കിൽ ആരുമായിട്ട് മാച്ച് കിട്ടാനാണ് സാധ്യത കൂടുതലെന്നൊക്കെ അദ്ദേഹത്തിനോട് ചോദിച്ചിരുന്നു. എന്തായാലും അദ്ദേഹം പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് തനിക്ക് നേരിടാൻ ഇഷ്ടം, അല്ലെങ്കിൽ താൻ എയിം ചെയ്യുന്നത് CM Punkനെയും അതുപോലെ തന്നെ റാൻഡി ഓർട്ടനെയും ആണെന്നാണ്. CM Punkനെ അദ്ദേഹത്തിന് നേരിടാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അതൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. പക്ഷേ റാൻഡി ഓർട്ടൻ വലിയൊരു സാധ്യത തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. റാൻഡി ഓർട്ടന് പ്രത്യേകിച്ച് വലിയ ഫ്യൂഡ് റെസൽമേനിയയിലേക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. റോമൻ റീൻസുമായിട്ട് എന്തായാലും റാൻഡി ഓർട്ടൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല റെസൽമേനിയ. അതുപോലെ സെത്ത് റോളിൻസ് ഫോർസ് റാൻഡി ഓർട്ടൻ ആ ഒരു മാച്ചിന് സാധ്യതയില്ല. സോ ഗ്രേസൺ വാറിന് വലിയൊരു സാധ്യതയുണ്ട് റാൻഡി ഓർട്ടനുമായിട്ട് റെസൽമേനിയയിൽ ഒരു മാച്ച് ചെയ്യാൻ. അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം അദ്ദേഹം പറഞ്ഞതാണ്. കൂടുതൽ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് ഓൺലൈൻ അതുപോലെ തന്നെയാണ്. ഞാനിപ്പോൾ ഈ ഒരു മാച്ചിനെ കുറിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ റാൻഡി ഓർട്ടൻ ഫാൻസിന് ഇഷ്ടപ്പെടില്ല. റാൻഡി ഓർട്ടൻ ഫാൻസ് കുറച്ചുകൂടെ വലിയൊരു സൂപ്പർ സ്റ്റാറെ നേരിടാനായിരിക്കും ആഗ്രഹിക്കുന്നത്. ഗ്രേസൺ വാളറിനെ നേരിടാൻ ആഗ്രഹിക്കുന്നുണ്ടോ എനിക്കറിയില്ല. കാരണം അദ്ദേഹം ഇപ്പോൾ അത്ര വലിയ നെയിമല്ല WWE, പക്ഷേ ഫ്യൂച്ചറിൽ അദ്ദേഹം വലിയൊരു നെയിം ആകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഇപ്പോഴും ആ ഒരു മാച്ച് നടന്നാൽ എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് NXT ഇയറിൻ്റെ അവാർഡ്സ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്രാവശ്യത്തെ മെയിൽ സൂപ്പർ സ്റ്റാർ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചിരിക്കുന്ന ഇലായി ഡ്രാഗ്നോവിനാണ്. പിന്നെ ഫീമെയിൽ സൂപ്പർ സ്റ്റാർ ഓഫ് ദി ഇയർ ട്രിഫാനി സ്റ്റാറ്റിന്. എന്തായാലും അത് നമ്മൾ അർഹിക്കുകയാണ്. അതായത് ട്രിഫാനി സ്റ്റാറ്റിനെ കിട്ടത്തോളം നമുക്കറിയാം. അതുപോലെ തന്നെ ക്രീഡ് ബ്രദേഴ്സിനാണ് ടാഗ് ടീം ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു കറക്റ്റായിട്ടുള്ളൊരു തീരുമാനമായിട്ടാണ് എനിക്ക് ഇതിനെ തോന്നുന്നത്. സോ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, WWEയുടെ ഭാഗത്തു നിന്നുള്ള കറക്റ്റായിട്ടൊരു അവാർഡാണ് ഈ നൽകിയിരിക്കുന്നതാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ക്രീഡ് ബ്രദേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ WWE മെയിൻ ബ്രാൻഡിലെത്തി അവിടെ നല്ല മാച്ചുകൾ ചെയ്യുന്നു. NXTയിലും വേറെ ലെവലായിരുന്നു. അതുപോലെ ട്രിഫാനി സ്റ്റാറ്റൻ വളരെ മികച്ചൊരു പ്രകടനമാണ് ഈ വർഷം ഉടനീളം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇലൈ ഡ്രാഗ്നോവ് അദ്ദേഹവും വേറെ ലെവലൊരു പെർഫോമൻസാണ്. അദ്ദേഹത്തിൻ്റെ മാച്ചുകളൊക്കെ നമുക്കറിയാം വളരെ ഹാർഡ് കോർ ആയിട്ടുള്ള മാച്ചുകളാണ്. സോ
അർഹിച്ചവർക്ക് അവാർഡ് കിട്ടിയെന്ന് തന്നെ പറയാം. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജോൺസിനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. നാളെ WWE ബോസ്റ്റി ഒരു ലൈവ് ഇവൻ്റ് നടപ്പുണ്ട്. എന്തായാലും ആ ഒരു ലൈവ് ഇവൻ്റ് ജോൺസിനെ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ച എന്ന് പറയുന്നത്. അത് ജോൺസിനെ ഇപ്പോൾ ബോസ്റ്റിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധ്യത. കൂടാതെ ഇപ്പോഴത്തെ ലൈവ് ഇവൻ്റിലൊക്കെ വമ്പൻ താരങ്ങളെ WWE കൊണ്ടുവരാനും നോക്കുന്നുണ്ട്. കാരണം വെക്കേഷൻ ടൈപ്പ് ഓഫ് ലൈവ് ഇവൻ്റാണ്, കൂടുതൽ ആൾക്കാർ വരും. അതുകൊണ്ട് WWE വമ്പൻ താരങ്ങളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ജോൺസിനേക്ക് ഒരു മാച്ചൊന്നും വേണമെന്ന് പറയുന്നില്ല. മിക്കവാറും എന്തെങ്കിലും ഇതൊരു സെഗ്മെൻറ്റ് പോലെ സംഭവങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ ഓഡിയൻസിനെ എന്തെങ്കിലും രീതിയിൽ സംസാരിക്കാനൊക്കെ ചിലപ്പോൾ ജോൺസിനെ വന്നെന്ന് വരാം. എന്തായാലും അദ്ദേഹം മാച്ചൊന്നും ചെയ്യാൻ പോകുന്നില്ല. എന്തായാലും നമുക്ക് കണ്ടറിയാം. എന്തായാലും അദ്ദേഹം പോസ്റ്റിൽ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അത് തുടർന്ന് ഡബ്ല്യൂയിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് CM Punk ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റാണ്. അതായത് CM Punkൻ്റെ മാഡിസ് സ്കോർ കാർഡ് നടന്ന മാച്ച് വേറെ ലെവലൊരു മാച്ചായിരുന്നു. അതുപോലെ നല്ല റെസ്പോൺസ് ആയിരുന്നു അദ്ദേഹത്തിന് കിട്ടിയിരുന്നത്. എന്തായാലും അതേ തുടർന്ന് പല ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു മെർച്ച് എന്ന് പറയുന്നത്, അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇന്നർ ഉണ്ടായിരുന്നു അദ്ദേഹം ഉപയോഗിച്ചത്. സോ അതെന്താണ് അങ്ങനത്തെ ആയിപ്പോയത്? അതൊരു ബ്ലാക്ക് കളർ ഇന്നർ ആയിപ്പോയി. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റാർ പോലത്തെ സംഭവങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പാൻ്റൊക്കെ ഇടുമെന്നായിരുന്നല്ലോ അദ്ദേഹം പറഞ്ഞ്. എന്തുകൊണ്ടാണ് അതിൻ്റെ ആ ഒരു ഇന്നർ, അല്ലെങ്കിൽ അത് എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇന്നർ തന്നെ യൂസ് ചെയ്യാനിരുന്നതെന്ന് തോന്നുന്നു ആ ഒരു WWE കോസ്റ്റ്യൂമായിട്ട് അന്നത്തെ ആ ഒരു റെസ്ലിങ്ങിന്. പക്ഷേ ആ ഒരു ഇന്നർ, അതായത് അദ്ദേഹം ഇടുന്ന എന്താണെന്ന് നമുക്കറിയാം, ഒരു വേറെ ടൈപ്പാണ്. അദ്ദേഹത്തിൻ്റേതായിട്ടൊരു സിഗ്നേച്ചറുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ അതിലാതെ എന്താണ് ഒരു ബ്ലാക്ക് കളർ മാത്രം ഇട്ടുകൊണ്ട് വന്നതെന്ന് പലരും ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇടാൻ കാരണം അതായത് ഓൾറെഡി തന്നെ അദ്ദേഹത്തിൻ്റെ ആ സംഭവങ്ങളൊക്കെ റെഡിയായിരുന്നു, അദ്ദേഹത്തിൻ്റെ മറിച്ചൊക്കെ റെഡിയായിരുന്നു. പക്ഷേ അതിടാൻ നേരത്ത് അദ്ദേഹത്തിന് അത് ചേരുന്നുണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന് ഫിറ്റ് അല്ലായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അത് മാറ്റി അദ്ദേഹം പെട്ടെന്ന് തന്നെ ഈ ഒരു കോസ്റ്റ്യൂമിലേക്ക് മാറ്റിയതാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. സോ ഇത്രത്തോളം സത്യമാണ് എന്നൊന്നും അറിയില്ല, പക്ഷേ അങ്ങനെയാണ് കൂടുതലായിട്ട് പറഞ്ഞു കേൾക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അന്ന് ഞാൻ അതിലൊരു സ്റ്റോറി ഇട്ടൊരു പോസ്റ്റ് നിങ്ങളെ കാണിച്ചിരുന്നു. എന്തായാലും ആ ഒരു സ്റ്റോറി ഇട്ട സംഭവമായിരിക്കും അദ്ദേഹം ഇടായിരുന്നത്, പക്ഷേ അതിന് ചേരത്തില്ലായിരുന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. സോ പിന്നെ അദ്ദേഹം ഈ ഒരു കോസ്റ്റ്യൂമിലേക്ക് മാറിയതാണെന്ന് തോന്നുന്നു. ഇത് വലിയ കോസ്റ്റ്യൂമൊന്നും ഇല്ല, അതായത് ആ ഒരു ഇന്നർ കണ്ടാൽ നമുക്ക് തന്നെ അറിയാം അതിനകത്ത് പ്രത്യേകിച്ച് ഡിസൈൻ ഇല്ല, ഒന്നുമില്ല, ഒരു സാധാ ഒരു സംഭവം മാത്രമാണ്. സോ എനിക്ക് തോന്നുന്നു അങ്ങനെ എന്തോ സംഭവിച്ചെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാമെന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം. എനിക്ക് തോന്നിയതല്ല, പല റിപ്പോർട്ട്സും അങ്ങനെയാണ് വരുന്നത്. എന്തായാലും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ എന്തായാലും ഈ ഒരു വീഡിയോ എത്തുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവർ ഗുഡ് ബൈ. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൻ്റെ കാര്യം പറയേണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും മാക്സിമം ഒന്ന് കയറി ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക.